ഹലോ നമസ്കാരം. വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇനി നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്ന അടിപൊളി ഐറ്റമാണ് വെജിറ്റബിൾ പപ്സ്. നിങ്ങൾ ഒരു വട്ടമെങ്കിലും വീട്ടിൽ ഉണ്ടാക്കി കഴിച്ചു നോക്കുക. എന്നാലും അതിൻ്റെ അന്യായ ടേസ്റ്റ് തന്നെ കേട്ടോ. ഓവണൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ സുഖത്തെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ വെജിറ്റബിൾ പപ്സ്. നിങ്ങൾ ഏതെങ്കിലും സമയം കിട്ടുന്ന ടൈമിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കുക. എന്നാലേ അതിൻ്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ. ഒരു അടിപൊളി ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം അഭിപ്രായം പറയുക. അന്നേരം എൻ്റെ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണുക, പരമാവധി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പഴയ വീഡിയോകൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അന്നേരം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. പപ്സ് ഉണ്ടാക്കി വെക്കാൻ വേണ്ടി നമ്മൾ ആദ്യം മാവ് ഒഴിച്ച് വെക്കേണ്ടതാണ്. അതിന് 1.5 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. ചെറിയ പ്ലാസ്റ്റിക് സ്പൂണിന് 1/4 ടീസ്പൂണ് സോഡാപ്പൊടി ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ടീസ്പൂണിന് 1/2 ടീസ്പൂണ് ഉപ്പിട്ട്, പിന്നെ നമ്മൾ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് എണ്ണ വെച്ചാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ സൺഫ്ലവറോ പാം ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് എണ്ണ വെച്ച് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അത് നമുക്ക് 2 ടീസ്പൂൺ ഒഴിച്ചതിന് ശേഷം ഇതേപോലെ നല്ലോണം മിക്സാക്കി എടുക്കുക. മാവ് നല്ലോണം മിക്സ് ആയതിനു ശേഷം നമ്മൾ ചപ്പാത്തിക്ക് ഒഴിക്കത്തില്ലേ, അതേപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ കുഴച്ചെടുക്കേണ്ടതാണ്. കുഴച്ചെടുത്താണ്ട് ഈ പരുവാകുമ്പോഴത്തേക്ക് നമ്മൾ 1 മണിക്കൂർ മാറ്റി വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഞാൻ 1/2 ഗ്ലാസ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഞാൻ 7-8 മണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. അന്നേരം നിങ്ങൾ അതേപോലെ 7-8 മണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് ഗ്രീൻ പീസ് വെക്കുക. 2 മീഡിയം സൈസ് കിഴങ്ങെടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് വെള്ളം, 1/2 കപ്പ് വെള്ളം ഗ്ലാസ്സിനെ ഒഴിച്ച് വേവിച്ചെടുക്കേണ്ടതാണ്. അതിനുശേഷം നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം 2 പ്ലാസ്റ്റിക് സ്പൂണിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിക്കുന്ന നിങ്ങൾ കണ്ടല്ലോ. എണ്ണ ഏതായാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ, സൺഫ്ലവറോ പാം ഓയിലോ ഏത് എണ്ണ വേണേലും യൂസ് ചെയ്യാം. ഒരു മീഡിയം സൈസ് സവാള, 2 പച്ചമുളക്, ഒരു പകുതി വെളുത്തുള്ളി, അതായത് 10 അല്ലി വെളുത്തുള്ളി, പിന്നെ 1 സ്പൂണ് ഇഞ്ചി, ഇത്രയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത്. ചെറുതായിട്ട് അരിഞ്ഞ 1 സ്പൂണിന് ഇഞ്ചി കാണും. ഇതെല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് നല്ല വൃത്തിക്ക് എണ്ണയിലിട്ട് വഴറ്റി കൊടുക്കുക. സവാള ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളി ഇത്രയും വാടിയാൽ മതി. അതിനുശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അതിനുശേഷം നമ്മളൊരു ഇതള് കരിയാപ്പല, 2 ടീസ്പൂൺ മല്ലിയില ഇട്ടതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാല, ഇത്രയും ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സാക്കി വീണ്ടും എടുക്കുക എണ്ണയിലിട്ട്. അതിനുശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇടുക. അതുപോലെ തന്നെ പുഴുങ്ങിയെടുത്ത കിഴങ്ങുണ്ടല്ലോ, അതൊന്ന് ഉടച്ച് വെച്ചേക്കണം. അത് ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കി ഒരു 2-3 മിനിറ്റ് ഒന്ന് അടുപ്പത്ത് വെക്കുക. കാരണം ഉപ്പും മസാല എല്ലായിടം ഒന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് അടുപ്പത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് എടുത്തിട്ട് ചെറിയ ബോളാക്കി വെക്കേണ്ടതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളാണെങ്കിൽ 1 ടീസ്പൂൺ മൈദ എടുത്തിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കേണ്ടതാണ്. ഇതേപോലെ മിക്സ് ചെയ്ത് വെക്കുക. നമ്മൾ ബോളെടുത്ത് നല്ലോണം ചപ്പാത്തിക്ക് പരത്തിയെടുക്കുക. അതിനുശേഷം 4 സൈഡും കട്ടാക്കി എടുക്കുക. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഭയങ്കര ജോലിയാണ്, ഇതൊക്കെ എളുപ്പമാണ്, നിസ്സാരമാണ്. ഇത് നിങ്ങൾ ഒരു വട്ടം ചെയ്ത് നോക്കുമ്പോൾ അറിയാം. ഒരു വെറൈറ്റി ഐറ്റം ഇല്ലേ, ഒന്ന് വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കുക, കഴിച്ചു നോക്കുക, അന്നേരം അറിയാം അതിൻ്റെ ടേസ്റ്റ്. അതിനുശേഷം ഇതിനെ 4ആയിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ മാവ് പൊടിയുണ്ടല്ലോ, ഇതിനെ മുകളിലിട്ടൊന്ന് തൂത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഒന്നൊന്നായിട്ട് ഇതിൻ്റെ മുകളിൽ ലെയറായിട്ട് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് പരത്തിയെടുക്കുക. ചെറുതായിട്ട് പരത്തിയാൽ മതി, ഓവറായിട്ടൊന്നും പരത്തണ്ട. ചെറിയ രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഉണ്ടല്ലോ, അത് സെൻറ്ററിൽ വെച്ചതിന് ശേഷം ഇതിനെ നമ്മുടെ മാവ് വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുന്നില്ലേ, അത് ഒന്ന് 4 സൈഡും ഒന്ന് തൂത്ത് കൊടുക്കുക. തൂത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ മടക്കിയതിന് ശേഷം നമ്മൾ സ്പൂണിൻ്റെ അറ്റം കൊണ്ട് ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കാണാം, സ്പൂണിൻ്റെ അറ്റം കൊണ്ട് ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ട, ഇതേപോലെ. അന്നേരം ഏകദേശം പപ്സിൻ്റെ ഇതായി. ഇനി അടുത്തത് നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുക്കുന്നതാണ്.
എണ്ണയൊഴിച്ച് എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ഒരേ നിര നട്ട് പറക്കിയിട്ട് കൊടുക്കുക. അതേപോലെ തീ പരമാവധി കുറച്ചിടണം. തീ കൂട്ടി ഒരു കാരണവശാലും ഇടരുത്, ഉള്ളു വേവത്തില്ല. തീ കുറച്ചിടുക. ഇത്രയും വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ വെജിറ്റബിൾ പപ്സ് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കോരിയെടുക്കാം. അതേപോലെ ഇത്രയും നേരം വീഡിയോ കണ്ടവർക്ക് താങ്ക്സ്. എൻ്റെ പഴയ വീഡിയോ കണ്ട് പരമാവധി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഏതെങ്കിലും രീതി സപ്പോർട്ട് ചെയ്യുക. ഏതെങ്കിലും രീതി നിങ്ങളെ കൊണ്ടാവുന്ന ഒരു രീതി സപ്പോർട്ട് ചെയ്യുക. അതേപോലെ അടുത്ത വീഡിയോ കാണുന്നിടം വരെ ബൈ.